പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റാഗിപ്പൊടിയും റവയും കൂടി ഒരു പുട്ടുണ്ടാക്കാന്ന് വെച്ച്. റാഗിയാകുമ്പോൾ കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിലും പുട്ടാകുമ്പോൾ എല്ലാ കുട്ടികളും കഴിക്കുമല്ലോ. ഇത് ആവശ്യമുള്ള സാധനം റാഗിപ്പൊടിയും റവയും കുറച്ച് ഉപ്പും വെച്ച് നനച്ച് വെക്കണം. എനിക്ക് കുറച്ച് സമയം നനച്ചിട്ട് അവിടെ മാറ്റി വെക്കും. മുത്താറിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു ഇത്തിരി ഉപ്പും ഇട്ടിട്ട് റവയും ചേർക്കും. റവയും ചേർത്തൊന്ന് നനച്ച് വെക്കും. ഹെൽത്തി ആയ സാധനം. മുത്തറിയാകുമ്പോൾ കുട്ടികൾക്കെല്ലാം കടലക്കയിലുണ്ടെങ്കിൽ കറിയും വെച്ചാൽ കുട്ടികളെല്ലാം കഴിക്കും. ചില കുട്ടികൾ മുത്തറി കാച്ചിയാലൊന്നും കുടിക്കൂല. പുട്ടാവുമ്പോൾ പഴവും പിന്നെ പഞ്ചസാരയും പപ്പടയിലിട്ട് കഴിക്കുന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് ആ മുത്തറിയാകുമ്പോൾ നമ്മളെ ഹെൽത്തിന് നല്ല സാധനമാണ്. വെച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെറുതെ അവിടെ വെക്കുക. അന്നേരം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല പച്ചവെള്ളം തന്നെ നനച്ചാൽ മതി, ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല. അങ്ങനെ നമ്മുടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിറച്ച് കൊടുക്കാം ഫ്രഷ് ആയിട്ട്. ആദ്യം കുറച്ച് തേങ്ങ ഇടുക. പുട്ടെല്ലാം ചുടുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മൾ ഒരു വെറൈറ്റി പുട്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഒരളവുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ഇടുക. നമ്മളെ പുട്ട് ആയിട്ടുണ്ട്. കളറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ വളരെ ഹെൽത്തിയായ പുട്ടാണ്. കുട്ടികൾക്കെല്ലാം വളരെ ധൈര്യമായിട്ട് കൊടുക്കുക. മുത്താറി കൊണ്ടുള്ള പുട്ടുപൊടിയാണ്, അതുകൊണ്ട് അടിപൊളിയായിട്ട് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തി ആണ്. നമ്മൾ ചിക്കൻ വാങ്ങിയിരുന്നു, അതുകൊണ്ട് ചിക്കൻ കറിയും പുട്ടും ആക്കാന്ന് വെച്ച് നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചതായത്. എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരിക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.